ഭയങ്കര സൗണ്ടായിരുന്നു. സൗണ്ട് മതിൽ ഇടിഞ്ഞു പോയി. അങ്ങനെ വെള്ളം അതിലൂടെ എരച്ചു വരുമായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി പേടിച്ചു പോയി. നന്മ 24 ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇത് വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ഉരുളുപൊട്ടലൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതേ അനുഭവമായിരുന്നു തൃക്കാക്കര നഗരസഭയുടെ ഈ 7ാം ഡിവിഷൻ തെങ്ങോട് പ്രദേശത്ത്. അതിൻ്റെ നേർക്കാഴ്ചയാണ് നന്മ 24 കാണിക്കുന്നത്. നമ്മൾ കണ്ടു, ഫയർഫോഴ്സ് സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ നമ്മളോടൊന്ന് കണ്ടതാണ്. ഒരു അമ്മച്ചി നമ്മുടെ ഇവിടെയുണ്ട്. ഏതായാലും ഒരു വളരെ ഭീതിജനകമായിരുന്നു ആ ഒരു സ്ഥിതി. സംസാരിക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. നമ്മൾ കണ്ടതാണ്, എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ കണ്ടതാണ്. അമ്മച്ചി ഇന്നലെ എല്ലാവരും കണ്ടു. ഒരു ഉരുളുപൊട്ടലൊക്കെ പോലെയുള്ള ആ ഒരു ഫീൽ ആയിരുന്നു. ഭയങ്കര സൗണ്ടായിരുന്നു. സൗണ്ട് മതിൽ ഇടിഞ്ഞു പോയി. അങ്ങനെ വെള്ളം അതിലൂടെ എരച്ചു വരുമായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി പേടിച്ചു പോയി. പിന്നെ ഫയർഫോഴ്സിനെ പല പ്രാവശ്യം വിളിച്ചു. ലോകത്തുള്ള ബിബി ചേട്ടൻ വിളിച്ചായിരുന്നു. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ വിളിച്ചായിരുന്നു 2 പ്രാവശ്യം. ഒത്തിരി നേരം കഴിഞ്ഞാണ് ഫയർഫോഴ്സ് വന്ന് എന്നെ ഗേറ്റ് അടച്ചു വെച്ചിരിക്കുമായിരുന്നു. അത് കാരണം കാർ ഒഴുകിപ്പോയില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് വെള്ളമായിരുന്നു. ഭിത്തിയുടെ ഒരു 3/4 ഭാഗം നിറഞ്ഞു. അകമെല്ലാം വെള്ളമായി. വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോഴും. ക്ലീൻ ചെയ്യാൻ ആരും ഇല്ല. ഈ ഒരു ദൃശ്യം ഇപ്പം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം, ഈ ഒരു ഗേറ്റ് തള്ളി വെള്ളം ഇടിച്ച് ഇറങ്ങി വരുന്ന ഒരു ദൃശ്യമായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. ഈ ഒരു കാറ് എല്ലാം ഈ ഒരു കാർ പോർച്ചിലുണ്ടായിരുന്നു. അപ്പം ഇതിലൂടെയൊക്കെ ഇടിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉരുളുപൊട്ടലിലൊക്കെയാണ് അങ്ങനെ ഒരു ദൃശ്യങ്ങളൊക്കെ കാണുക. ആ ഒരു അനുഭവമായിരുന്നു. അത്രത്തോളം സൗണ്ടോട് കൂടി അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. പേടിച്ച് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അവസാനം ഫയർഫോഴ്സിൽ നിന്ന് അവർ വന്നാണ് സ്ട്രക്ചറിൽ എടുത്തും ഇവിടെ നിന്ന് മാറ്റിയത്. അത് എല്ലാം നമുക്കിപ്പോൾ ദൃശ്യത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്തു നിന്നാണ് വെള്ളം ഇടിച്ച് ഇരമ്പി വന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇതിന്റെ നമുക്ക് കാണാം, ഈ സ്ക്രീനിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. കാര്യം ഈ പ്രദേശം മുഴുവനും ഉയർന്ന പ്രദേശമാണ്. 3 സൈഡും ഉയർന്നതാണ്. അവിടെ നിന്നുള്ള വെള്ളം മുഴുവൻ എത്തുന്നത് ഇവിടെയാണ്. പക്ഷേ കാലാകാലങ്ങളായിട്ട് ഒരു തോടുണ്ടായിരുന്നു. ആ തോട് ഇതിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ്. ആ തോട് ഇവിടെ വന്നിട്ട് അത് ചെറുതായി വീതി കുറച്ച് വില്ലകളുടെ അകത്തുകൂടി പോകുന്ന നമ്മൾ ചെറിയ ഡ്രെയിനേജ് കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള ചെറിയ ഒരു ഡ്രെയിനേജ്, ഒരു ഒരടി മാത്രം വീതിയുള്ളൂ. അപ്പോൾ അത്രത്തോളം വീതി കുറഞ്ഞ ഒരു ഡ്രെയിനേജ് ആയിട്ട് വലിയൊരു തോട്, 1.20-1.5 മീറ്റർ വീതി ഉണ്ടായിരുന്ന ആ ഒരു തോടാണ്. ഈ പ്രദേശത്തെ വെള്ളം മുഴുവനും ഒഴുകിപ്പോയിരുന്നത് അതുവഴിയായിരുന്നു. ഇതായിരുന്നു ആ തോട്. ഇതിന്റെ തൊട്ടപ്പുറത്ത് 1.25 മീറ്റർ 1.5 മീറ്റർ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഒരടിയായിട്ട് അത് ചുരുങ്ങി. അപ്പോൾ ഈ പ്രദേശത്തെ വെള്ളം മുഴുവനും ഇവിടെ വന്ന് ഇടിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ കാലവർഷം ഇന്നലത്തേക്ക് നമ്മൾ കണ്ടു. കോരിച്ചെരിയുന്ന മഴയായിരുന്നു. ഇത്രയും വെള്ളം ഒരേ സമയത്ത് ഒഴുകിയെത്തുമ്പോൾ ഈ പ്രദേശത്തെ വെള്ളം ഒഴുകിപ്പോകാത്ത രീതിയിൽ ഇവിടെ ഇരു സൈഡുകളിലും വീടുകൾ വെച്ചു. ഇങ്ങനെയുള്ള ഫ്ലാറ്റുകളും വില്ലകളും വയ്ക്കുമ്പോൾ നേരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അവിടെയൊക്കെ ഇത് തടസ്സപ്പെട്ട ഒരു സ്ഥിതിയാണ്. അതുകൂടാതെ ഈ കോമ്പൗണ്ടുകളുടെ തൊട്ടടുത്തുള്ള കോമ്പൗണ്ടുകളിനകത്ത് കൂടി സ്ലാബൊക്കെ ഇട്ട് അതിനടിയിലൂടെയാണ് ഈ വെള്ളം പോകേണ്ടത്. അവിടെ എല്ലാം ബ്ലോക്കായി ഈ പ്രദേശത്ത് മുഴുവനും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു
ടാങ്ക് പോലെ, അതായത് ഒരു ഡാം പോലെ ആയിരുന്നു ഈ ഒരു പ്രദേശത്ത്. അവിടുത്തെ മതല്, തൊട്ട് പുറകിൽ കണ്ട ആ മതല്, അത് ഇടിഞ്ഞ് വെള്ളം ഇരമ്പി ഈ ഒരു പ്രദേശത്തേക്ക് വരികയായിരുന്നു. ഈ ഒരു കാർ ഉൾപ്പെടെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഈ ഒരു ഗേറ്റ് വഴിയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാം. ഈ ഒരു ഗേറ്റിന്റെ ഈ പീസുകളെല്ലാം ഇളകിപ്പോയിട്ടുള്ളത് കാണാം. അപ്പൊ ഇതെല്ലാം ഇടിച്ച് തെറിപ്പിച്ച് ഈ ഒരു വഴിയിലൂടെ, ഈ റോഡിലൂടെ ഒഴുകി പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു. ഏതായാലും വളരെ രൂക്ഷമായിട്ടുള്ള സാഹചര്യം. ഇതേ അവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. നമുക്കറിയാലോ, ഉരുളുപൊട്ടൽ പോലെ അപ്രതീക്ഷിതമായിട്ടാണല്ലോ, ഒരു ഇടിച്ച് ഇരമ്പിയാണല്ലോ ആ വെള്ളം മുഴുവനും ഇതിലൂടെ ഒഴുകിയത്. ഇപ്പൊ അമ്മച്ചി പറഞ്ഞതുപോലെ ഈ കാർ ഉൾപ്പെടെ ഒഴുകി പോകേണ്ടിയിരുന്നു. ആ ഗേറ്റ് അടച്ചിരുന്നതുകൊണ്ടാണ് ഈ കാറ് പുറത്തേക്ക് ഒഴുകി പോകാതിരുന്നത്. അങ്ങറ്റത്തുനിന്നുള്ള പ്ലോട്ടുകൾ മുതൽ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം ഒഴുകിയിട്ട് ഇവിടെ സ്വാഭാവികമായിട്ട് വെള്ളം ഒഴുകി പോകുന്ന ഒരു 1.5 മീറ്ററോളം വീതിയുള്ള ഒരു കാന സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നതാണ്. ഇത് ആളുകൾ പ്ലോട്ട് തിരിച്ച് ഡെവലപ്പേഴ്സ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് എല്ലാം ചെയ്തു വന്നപ്പോഴേക്കും ഈ വില്ല പ്രോജക്റ്റ് ഉണ്ടാക്കി വന്നപ്പോൾ ഈ 1.5 മീറ്റർ കാന എന്നുള്ളത് അവിടെ മതിൽ കെട്ടി അടച്ചു വെച്ചിട്ട് ആ കാനയുടെ വീതി കുറച്ച് വെള്ളം ഒട്ടും ഒഴുകി പോകാനുള്ള ഒരു സാധ്യത ഇല്ലാത്ത രീതിയിലേക്കാക്കി അത് റോഡാക്കി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ വെള്ളം ഇതുപോലെ സ്വാഭാവികമായിട്ട് ഒഴുകി നേരെ മുനിസിപ്പൽ റോഡ് ക്രോസ് ചെയ്ത് താഴെ പാടത്തേക്കാണ്, 6-ാം വാർഡിൽ കൂടി കയറി നേരെ പാടത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ആ സ്വാഭാവിക ഒഴുക്ക് ഇതിനിടയിൽ വെച്ച് തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നത്. ഇനിയെങ്കിലും ഇതുപോലുള്ള സ്വാഭാവിക ഒഴുക്കുകൾ മനസ്സിലാക്കി അതിനെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇതുപോലുള്ള കെട്ടിടങ്ങളും വില്ലകളും എല്ലാം പണിയാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടുകൾ വേണം, അപ്പാർട്ട്മെൻറ്റുകൾ വേണം, ഫ്ലാറ്റുകളുണ്ട്, ഇതെല്ലാം വേണം. പക്ഷേ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ നാടിനെ നശിപ്പിക്കുകയുള്ളൂ. ഇത്തരം വെള്ളപ്പൊക്കങ്ങൾ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് ഭൂമിക്ക് ഉണ്ടാവില്ല. അപ്പോഴാണ് ഇപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് ആ മതിലിടിഞ്ഞു, ഡാമിൽ കൂടി വെള്ളം പോകുന്ന പോലെയാണ് വെള്ളം പോയിക്കൊണ്ടിരുന്നത് അമ്മയുടെ വീടിന് ഉള്ളിൽ കൂടി കയറിയിട്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു സംഭവം ഇനി മേലിൽ ഉണ്ടാകാതിരിക്കാനുള്ള രീതിയിലേക്കുള്ള ഡെവലപ്മെൻറ്റുകൾ മാത്രമേ ഭൂമിയിൽ നടത്താവുള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മളൊരു നഗരമാണ്, എന്നാൽ ഗ്രാമീണ സൗന്ദര്യം അതേപടി നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ തെങ്ങോട് പ്രദേശം. അതിനെ കൂടി നശിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇനി ബിൽഡർമാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നാണ് എനിക്ക് ഈ വെള്ളപ്പൊക്കമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോ ഈ വീടിന്റെ അകത്താണുള്ളത്. ഇവിടേക്ക് വെള്ളം തളം കെട്ടി നിൽക്കുകയാണ്. അതായത് ലിവിംഗ് റൂമാണ്. അതുപോലെ എല്ലാ റൂമുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഫർണിച്ചറൊക്കെ നനഞ്ഞ് നമുക്ക് കാണാം. ഇവിടെ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഡൈനിങ് ഏരിയ, ഈ ഏരിയയിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. അതുകൂടാതെ കിച്ചൺ, അടുക്കളയിലും നിറയെ വെള്ളമുണ്ട്. ഇവിടെയുള്ള മുഴുവനും വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഒരു അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത്ര അറിയാമല്ലോ. അപ്പം അത്രത്തോളം പ്രായമായ ഒരു അമ്മച്ചിയാണ്. ഏതായാലും ഇവിടെ മുഴുവനും വെള്ളമാണ്. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് ഇതുപോലെയുള്ള കെട്ടിടങ്ങളൊക്കെ വയ്ക്കുമ്പോൾ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തിയാണ് ഇതിനെല്ലാം കാരണം. ഗവൺമെന്റ് എല്ലാ വർഷവും ഐ തിങ്ക് ഇങ്ങനെ വെളിയിലൊക്കെ പല രാജ്യങ്ങളിലും പോയിട്ട് അവിടുത്തെ ടെക്നോളജിയും ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്ത് അതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പല ഇത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും നമ്മുടെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഇന്ത്യയിൽ പല സ്ഥലത്താണെങ്കിലും ഈ മഴക്കാലം വരുമ്പോൾ നമുക്ക് വീണ്ടും ഈ പ്രശ്നം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ പറയുക, ഇങ്ങനത്തെ പുറം നാടുകളിലുള്ള ടെക്നോളജി സിസ്റ്റംസൊക്കെ നമ്മൾ കാണുമ്പം അതൊക്കെ നമ്മുടെ രാജ്യത്ത് ഫോളോ ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഫ്ലഡും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് പോവായിരുന്നു. ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും ഇതേപോലെ ഈ ഫ്ലഡിൻ്റെ ഒരു പ്രശ്നം വന്നുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയിരുന്നു. സോ അതൊക്കെയും ഇത്രയും ഒരു സാഹചര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. നല്ലൊരു പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ അവോയ്ഡ് ചെയ്യാമായിരുന്നു. തെങ്ങോടിൻ്റെ പ്രദേശം പണ്ട് നല്ല നീരൊഴുക്കുള്ള പ്രദേശങ്ങളായിരുന്നു. കാനകളും തോടുകളും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഇന്ന് അത് പുതിയ പുതിയ ബിൽഡേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പം ആ വീതി വളരെ കുറച്ച് എങ്ങനെ ആ ഒരു ചാല് നിലനിർത്തിക്കൊണ്ടാകുന്നുള്ള രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു കാര്യമാണ് ഇന്നിപ്പം നമുക്കിവിടെ കാണാൻ സാധിച്ചത്. വെള്ളം കംപ്ലീറ്റ് ഒരു സ്ഥലത്ത് ഡംപ് ചെയ്യും, അത് ഒഴുകി പോകാനുള്ള അതിൻ്റെ മൗത്തൊക്കെ വളരെ ചെറുതായി ഇരിക്കുന്നത് കൊണ്ട്
ആ മതിലും പൊളിഞ്ഞ് വല്ലാത്തൊരവസ്ഥയാണ്. തെങ്ങോടിൻ്റെ നിന്ന് മാത്രമല്ല പല പ്രദേശത്തും ഇന്ന് കാണപ്പെടുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് പറയാനുള്ളത്, ഇനിയാണെങ്കിലും ഇതുപോലെ ബിൽഡിങ് എല്ലാം ചെയ്യുമ്പം ആ നീരൊഴുക്ക് എങ്ങനെയാണോ പണ്ടുണ്ടായിരുന്നത് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പോകാനായിട്ട് അധികാരികളും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി അതേപോലെയുള്ള സാങ്ഷൻ കൊടുക്കുന്ന അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അത് വാങ്ങുന്ന ആളുകൾ ഞങ്ങൾക്ക് നാളെ ഒരു ദോഷം ഉണ്ടാവുമോ എന്ന് നോക്കി അതും മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഇനി ഒരു ഇതേപോലെയുള്ള അവസ്ഥ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കാൻ കൂടെ ഞങ്ങളും ഉണ്ടാവും എന്നാണ് പറയാനുള്ളത്. ഒരു ദിവസം പെയ്ത മഴ കൊണ്ട്, ഒരു 3 മണിക്കൂർ പെയ്ത മഴ കൊണ്ട് വളരെയധികം വെള്ളം നമ്മുടെ ഈ സ്ഥലങ്ങളിൽ വന്ന് കിടക്കുകയും അതുകൊണ്ട് വലിയൊരു ദുരിതം ജനങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയുടെ ഒരു ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന തരത്തിൽ പൊതുജനം മുഴുവൻ പെരുമാറുന്നതാണ് അടിസ്ഥാനപരമായി ഇതിൻ്റെ കാരണം. ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും വീടുകളും ഒക്കെ പണിയുമ്പോൾ ഒഴുകിപ്പോകേണ്ട വെള്ളം ഒഴുകിപ്പോകാൻ അവസരം കൊടുക്കാതെ ഇതിങ്ങനെ തടഞ്ഞു നിർത്തപ്പെടുകയാണ്. പിന്നെ അതുപോലെ തന്നെ പെരിയാർ വാലിയുടെ കനാലുണ്ടായിരുന്നു. ആ കനാല് എല്ലാം മണ്ണിട്ട് മൂടിപ്പോയതും തിണതൽ മൂടിപ്പോയൊരു അവസ്ഥയുണ്ട്. ഈ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മുഴുവൻ ജനങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന. ഏതായാലും ഇതുപോലുള്ള ആവർത്തി ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. അതിനുവേണ്ടി കെട്ടിട നിർമ്മാണ പെർമിറ്റ് കൊടുക്കുമ്പോൾ, ഇതുപോലുള്ള പ്ലോട്ട് ഡിവിഷനുകൾ കൊടുക്കുമ്പോൾ നഗരസഭ അറിയാതെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പം നിർമ്മാണ പ്രവൃത്തി ചെയ്യുമ്പോൾ തീർച്ചയായും അടിസ്ഥാന സൗകര്യമായിട്ടുള്ള ഡ്രെയിനേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം വേണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കെട്ടിടം വയ്ക്കാനായിട്ട്. അപ്പൊ ഇനിയെങ്കിലും ഇതുപോലെയുള്ള ദുരവസ്ഥ ഇല്ലാതിരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളുടെ അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ അനിവാര്യമാണ്. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.